പ്രശാന്തേട്ടാ, നമ്മുടെ ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തദ്ദേശത്തിന്റെ ആ ഒരു പോരിനൊക്കെ ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു റിസ്ക്കും എടുക്കാൻ ഒരു പാർട്ടിക്കും താല്പര്യമില്ല എന്നാണ് വ്യക്തമാവുന്നത്. ഇപ്പോ കണ്ണൂരിൽ നിന്നുള്ള ഒരു വിജ്ഞാപനമാണ് വരുന്നത്. കണ്ണൂരിൽ CPM നിർത്താൻ പോകുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രനെയാണ്. ഒരു റിസ്ക്കും കണ്ണൂരിൽ എടുക്കാൻ പറ്റില്ല. UDF-ന് ശക്തമായ വേരോട്ടമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് 82-ാം വയസ്സിലും കടന്നപ്പള്ളി രാമചന്ദ്രനെയാണ് CPM സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നത്. ശരിക്കും കണ്ണൂരിലൊരു റിസ്ക് ഫാക്ടർ കടന്നപ്പള്ളി വരുന്നത് കൊണ്ട് മാറുമോ? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇവിടെ കേരളത്തിൽ നിൽക്കുന്നത് പരിപൂർണമായ ഒരു റിസ്കിലാണ്. അതായത് പണ്ട് പറഞ്ഞതുപോലെ കനലൊരു തരിമതി എന്ന് പറഞ്ഞതുപോലെ തദ്ദേശീയം കഴിഞ്ഞപ്പോൾ തന്നെ തരികളിലേക്ക് മാത്രം ഒതുങ്ങിയ ഒരവസ്ഥയായി പോയി പാർട്ടിക്ക്. ഇപ്പം കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന 82 വയസ്സ് പ്രായമുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. എനിക്ക് തോന്നുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോഴും ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള യുവജനങ്ങളെ അണിനിരത്താൻ കഴിവുള്ള ധാരാളം യുവരക്തങ്ങളുള്ള ഒരു പാർട്ടി തന്നെയാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസും. പക്ഷെ ഇവിടെ എല്ലാം തന്നെ ഇവരെ ഒരു പറ്റം കടൽ കിഴവന്മാരുടെ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, ഒരു പറ്റം കടൽ കിഴവന്മാരുടെ പിന്നാലെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോഴും പാർട്ടിയിലെ നേതാക്കൾ ചിന്തിക്കുന്ന ഒരു മൂഢസ്വർഗം എന്ന് പറയുന്നത് പാർട്ടിയിലേക്ക് ജനങ്ങളെ ആകർഷിക്കുവാനായി അല്ലെങ്കിൽ വോട്ട് ബാങ്കുകളെ സൃഷ്ടിക്കുവാനായി ഇവർക്ക് വേണ്ടത് കുറച്ച് തലമുതിർന്ന ആൾക്കാർ അല്ലെങ്കിൽ തല നരച്ച ആൾക്കാരെ നിർത്തിയെങ്കിൽ മാത്രമേ പാർട്ടിക്ക് വേരോട്ടം ഉണ്ടാവൂ, അല്ലെങ്കിൽ അധികാരത്തിലേക്ക് കയറാൻ പറ്റൂ എന്നുള്ള ഒരു മൂഢസ്വർഗത്തിലാണ് ഇപ്പോഴും ഇവിടുത്തെ പാർട്ടികൾ നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. പക്ഷേ ചേട്ടാ, ഒരു തലനടച്ച ആളുടെ അപ്പുറത്തേക്കും ഇപ്പോ കടന്നപ്പള്ളി രാമചന്ദ്രനെ എടുക്കുകയാണെങ്കിൽ ആ ഒരു റിസ്ക് ഫാക്ടർ ഒഴിവാക്കാൻ വേണ്ടി അയാളെ അവിടെ നിർത്തുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടന്നപ്പള്ളി അവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പുതിയ രീതിയിലുള്ള യുവരക്തങ്ങൾ വരുന്ന സമയത്തേക്ക് കണ്ണൂര് പോലെയുള്ള അല്ലെങ്കിൽ ചില ഈ പറയുന്ന രീതിയിൽ കുറച്ച് റിസ്ക് ഫാക്ടർ ഉള്ള കൂടുതലായിട്ടും ഈ ത്രികോണ പോരാട്ടം ഒക്കെ വരുന്ന സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ഒരു സീനിയർ സിറ്റിസണിനെ കൊണ്ട് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കൂടുതലായിട്ടും അവരെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇവരുടെ രാഷ്ട്രീയം അങ്ങനെയാണ്. ഇപ്പൊ വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കുമ്പോൾ യുവരക്തങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളത്, ഒരു 60 കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ 80 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ വരെ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടല്ലോ. അപ്പൊ കടന്നപ്പള്ളിയെ പോലെ ഒരാളെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അയാളുടെ രാഷ്ട്രീയം കൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല. പിന്നെ അയാളുടെ രാഷ്ട്രീയ കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ അയാൾ ഇറങ്ങിയത് തന്നെ EK നയനാരെ പോലെയുള്ള അല്ലെങ്കിൽ EK നയനാർ എന്ന മുഖ്യമന്ത്രിയെ തോൽപ്പിച്ചുകൊണ്ടാണ് കടന്നപ്പള്ളിയുടെ രാഷ്ട്രീയ കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ കടന്നപ്പള്ളിയെ നിർത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ഒരു ഇതാണ് കടന്നപ്പള്ളി അല്ലെങ്കിൽ ഇതാണ് ഇയാളുടെ രാഷ്ട്രീയം അങ്ങനെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് പറയണ്ട. ഇനി അവിടെ എന്താണോ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, 2026 നിയമസഭയിൽ എന്ത് പ്രവർത്തനങ്ങളാണോ കടന്നപ്പള്ളി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് മാത്രം ജനങ്ങളോട് പറഞ്ഞാൽ മതി. അതായിരിക്കില്ല ഈ പറയുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ആതിര ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആതിര മുൻപ് പറഞ്ഞ ഒരു പോയിന്റ് തന്നെ, സഖാവ് VK നയനാർ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ജീവിച്ചതും അദ്ദേഹം മരിച്ചതും അദ്ദേഹം മരിക്കുന്ന നാൾ വരെയും എല്ലാം ഒരു കറതീർന്ന കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്വാസം വരെ കമ്മ്യൂണിസമായിരുന്നു. കമ്മ്യൂണിസ്റ്റിന് വേണ്ടി ജീവിച്ച് മരിച്ചു. അദ്ദേഹം അനുഭവിച്ച യാതനകൾ എന്തെന്നുള്ളതൊക്കെ ഇവിടെ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പാർട്ടിയല്ല, അത് അവർക്കൊരു വികാരമാണ്. കമ്മ്യൂണിസ്റ്റുകൾക്ക് മറ്റുള്ള പാർട്ടിക്കാരെ അപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾക്ക് കമ്മ്യൂണിസം എന്ന് പറയുന്നത് അത് അവരുടെ ഞരമ്പിലോടുന്ന ചോരയിലെ ആ ഒരു ചൂട് പോലെയാണ്. ചൂട് പോയി കഴിഞ്ഞാൽ പിന്നെ ബ്ലഡിന് യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞതുപോലെ അവരുടെ മനസ്സിൽ അവർക്ക് വന്നിട്ടുള്ള ഒരു മുറിവ് അതൊരു വലിയ വടുവായിട്ട് തന്നെ അങ്ങനെ കല്ലിച്ച് കിടക്കും. ഇപ്പൊ പറഞ്ഞത്, അദ്ദേഹം കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ആചാര്യന്മാരിൽ ഒരാളായിരുന്ന EK നയനാരെ തോൽപ്പിച്ചുകൊണ്ടാണ്. അതായത് കോൺഗ്രസിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. പിന്നീട് പാർട്ടി മാറിയാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നത്. ആ ഒരു നേർത്ത കരട് ഇന്നത്തെ ഈ പറഞ്ഞ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള യുവജനങ്ങളല്ലാത്ത തലമുതിർന്നവരുടെ മനസ്സിൽ ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നുണ്ടോ? ശരിക്കും ഈ പറയുന്ന പാർട്ടി വികാരങ്ങളൊക്കെ ഒരു മൺമറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു 2 ദിവസം മുമ്പൊക്കെ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ കാണപ്പെട്ട ഒരു വ്യക്തിയെ പിന്നീട് ഞാൻ കാണുന്നത് BJP-യിലേക്ക് ചേർന്നതായിട്ടാണ്. 2 ദിവസം മുമ്പൊക്കെ അയാൾ പ്രബുദ്ധ ചാനലുകളിലൊക്കെ ചാനൽ ചർച്ചകൾ കണ്ട ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് അയാൾ പാർട്ടിയെ ഈ പറയുന്ന CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വർഗീയ പാർട്ടിയാണ്, വർഗീയത പറഞ്ഞാണ് അവർ വോട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നത്, വർഗീയവാദം മാത്രമാണ് അവിടെ നടക്കുന്നത് എന്ന് മാധ്യമങ്ങളോട് അതേ ആള് തന്നെ വിളിച്ചു പറയുന്നത് ഞാൻ കണ്ടിരുന്നു. ഈ പറയുന്ന പാർട്ടി വികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ പ്രശാന്തേട്ടൻ പറഞ്ഞ പോലെ തന്നെ തലനിറച്ച കുറച്ച് മനുഷ്യരുണ്ടായിരുന്നല്ലോ. ആ മനുഷ്യരുടെ കാലത്ത് പാർട്ടിക്ക് നല്ല വികാരങ്ങൾ തന്നെ ഉണ്ടായിരുന്നു.
പക്ഷെ അതിനു ശേഷം കൈമാറി വന്ന ചില ആളുകളിൽ ആ പറയുന്ന വികാരങ്ങളൊക്കെ വിള്ളൽപ്പെട്ടു എന്ന് തന്നെയാണ് ഒരവസ്ഥ എന്ന് പറയുന്നത്. പാർട്ടിയുടെ ആശയങ്ങളൊക്കെ പോയി. അതിന്റെ അപ്പുറത്തേക്കും ഈ പറയുന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊന്നും നടപ്പാക്കാത്ത രീതിയിൽ, അതുകൊണ്ടാണല്ലോ ഭരണവിരുദ്ധ വികാരം എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ആഞ്ഞടിക്കുന്നതും തദ്ദേശത്തിൽ പോലും നല്ല തിരിച്ചടി കിട്ടിയതും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വികാരങ്ങൾക്കപ്പുറത്തേക്കും വ്യക്തികളെ കണ്ടുകൊണ്ട് അതിന്റെ അപ്പുറത്തേക്കും ആ രീതിയിലൊക്കെ വോട്ടുകൾ പോകുന്ന കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വികാരത്തിൽ വോട്ടുകൾ കടന്നപ്പള്ളിക്ക് കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടോ എന്നറിയില്ല. ഈ ഒരു 82 വയസ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്ന ഒരു വ്യക്തി കൂടെയാണ് കടന്നപ്പള്ളി എന്ന് പറയുന്നത്. ആ ഒരു സ്ഥാനങ്ങളിലേക്ക് അയാൾക്ക് വെറുതെ കയറിയിരിക്കാൻ പറ്റില്ലല്ലോ. കൃത്യമായിട്ട് ജനങ്ങളുടെ വോട്ട് കൊണ്ട് തന്നെയല്ലേ. കടന്നപ്പള്ളിക്ക് എന്തായാലും ഒരു ജനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു വോട്ട് ഷെയർ അയാൾക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതിന്റെ അപ്പുറത്തേക്കും നമ്മള് ഈ നിയമസഭയല്ല ലോക്സഭാ സമയത്ത് സീനിയർ സിറ്റിസൺസിനെ കൊണ്ടുവച്ച സമയത്ത് പോലും യൂത്തന്മാർ വോട്ടുകൾ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശക്തമായിട്ടൊരു യൂത്ത് കടന്നപ്പള്ളിക്ക് എതിരായിട്ട് കണ്ണൂർ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രശാന്തയുടെ നേരത്തെ പറഞ്ഞ പോയിന്റ് അനുസരിച്ച് യുവരക്തങ്ങളും അതേപോലെ തന്നെ ജനങ്ങൾ മാറ്റി ചിന്തിക്കാനും ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ വോട്ട് കടന്നപ്പള്ളി തോറ്റുപോകാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷെ നമുക്ക് അയാളെ അങ്ങനെ ചെറുതാക്കി കാണാൻ പറ്റില്ലല്ലോ പ്രശാന്തേട്ടാ. ആതിര പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഒരിക്കലും കടന്നപ്പള്ളിയെ നമുക്ക് ചെറുതായിട്ട് കാണുവാനായിട്ട് സാധിക്കില്ല. പക്ഷേ കോൺഗ്രസിന്റെ യുവരക്തത്തെ അതിനേക്കാളേറെ ഭയക്കണം എന്നുള്ളതാണ് സത്യം. പിന്നെ ആതിര പറഞ്ഞ മറ്റൊരു പോയിന്റ് ഉണ്ട്. തലേ ദിവസം വരെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തി പിറ്റേന്ന് BJP-യിൽ ചേരുന്നതായിട്ട് ഞാൻ കണ്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗീയ പാർട്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ വർഗീയത വിളമ്പാത്ത ഏത് രാഷ്ട്രീയ പാർട്ടിയുണ്ട്? പക്ഷേ വർഗീയത വിളമ്പുന്നതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ വർഗീയതയല്ല പറയുന്നത്. ഞാൻ പറഞ്ഞു പൂർത്തിയായില്ല. വർഗീയത വിളമ്പാത്ത ഒരു പാർട്ടികളും ഇല്ല. പിന്നെ കമ്മ്യൂണിസം അത് മറച്ചു കടത്തുന്നു. വർഗീയതയെ കമ്മ്യൂണിസം മറച്ചു കടത്തുന്നു. മറ്റുള്ള പാർട്ടികൾ പ്രത്യക്ഷത്തിൽ കടത്തുന്നു. എല്ലാവരുടെ ഉള്ളിലും ഒരു വർഗീയതയുണ്ട്. എന്റെ ഉള്ളിലും ഞാൻ പറയട്ടെ എന്റെ ഉള്ളിലും ആതിരയുടെ ഉള്ളിലും ഒരു വർഗീയതയുണ്ട്. അത് എത്രയൊക്കെ നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വർഗീയത ഉള്ളതാണ്. അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു പോയാണ് മാറ്റാൻ പറ്റില്ല. പിന്നെ ഈ മറുകണ്ഠം ചാട്ടം, അതായത് കളം മാറി നിൽക്കുന്നത് ഇനി വരുന്ന ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കാണാൻ സാധ്യതയുള്ള ഒരു പരിപാടി തന്നെയാണ്. ആ ഒരു പ്രോഗ്രാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊന്നും അല്ല ആതിര. ഈ കടന്നപ്പള്ളി അടക്കം അങ്ങനെ വന്നതാണ് കമ്മ്യൂണിസ്റ്റിലേക്ക്. പക്ഷെ ഞാൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കടന്നപ്പള്ളിയെ കണ്ണൂർ മണ്ഡലത്തിലേക്ക് CPM മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അതിന്റെ അപ്പുറത്തേക്കും കടന്നപ്പള്ളിയുടെ ഒരു തട്ടകം തന്നെയാണ് കണ്ണൂർ. കണ്ണൂരിലെ ജനങ്ങൾക്ക് 2011 മുതൽ അയാളെ നന്നായിട്ട് അറിയാം. അതേ മണ്ഡലങ്ങളിൽ മത്സരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് കടന്നപ്പള്ളി എന്ന് പറയുന്നത്. ഈ പറയുന്ന രാഷ്ട്രീയ പ്രശാന്തേട്ടന് തോന്നുന്നുണ്ടോ അവിടുത്തെ ജനങ്ങളെല്ലാം രാഷ്ട്രീയപരമായി മാത്രമാണ് ഈ പാർട്ടി ഗ്രാമങ്ങളായി കണ്ണൂരിനെ ചിത്രീകരിക്കുന്നതിന്റെ അപ്പുറത്തേക്കും പാർട്ടി ഗ്രാമങ്ങളുടെ അപ്പുറത്തേക്കും വോട്ടുകൾ കണ്ണൂര് മാറ്റപ്പെടുന്നുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. പിണറായിയിൽ പോലും UDF സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ലേ? എന്റെ പൊന്നാതിര ഒരിക്കലും വിരിയില്ല എന്ന് നമ്മളിവിടെ വിചാരിച്ചുകൊണ്ടിരുന്ന താമര വിരിഞ്ഞു. കാരണം മനസ്സുകൾ മാറി തുടങ്ങി, ചിന്തകൾ മാറി തുടങ്ങി. ഇപ്പോഴത്തെ യുഗം എന്ന് പറയുന്നത് പഴയതുപോലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ട് അതിനുള്ളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഒരു പേപ്പറിലേക്ക് അടയാളപ്പെടുത്തി വായിച്ചിട്ട് ഇൻകുലാബ് വിളിച്ചു നടക്കുന്ന കാലമൊക്കെ പോയി. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ മാറി ചിന്തിച്ചു തുടങ്ങി. ഈ പറയുന്ന പ്രായമായ ഈ തലനരച്ച് ഒരു നടക്കാനായിട്ട് 4 പേര് താങ്ങി പിടിക്കേണ്ട ഒരു വ്യക്തിയേക്ക് വന്നിട്ട് തങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ഒരു ജനത തീരുമാനിച്ചാൽ, ഞങ്ങൾക്ക് യുവത്വം മതിയെന്ന് തീരുമാനിച്ചാൽ, മറുവശത്ത് കോൺഗ്രസോ BJP-യോ കൊണ്ടുവന്നിട്ട് ഒരു നല്ല യുവരക്തത്തെ, നാടറിയുന്ന യുവരക്തങ്ങൾ ധാരാളം ഉണ്ട്. ഈ പറയുന്ന പോലെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് ആതിര പറഞ്ഞത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പ്രശാന്തേട്ടൻ പറഞ്ഞു വരുന്ന രീതിയിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥികയാണ് ഈ പറയുന്ന കോൺഗ്രസോ BJP-യോ കൊണ്ട് കണ്ണൂരിൽ നിർത്താൻ പോകുന്നത് എങ്കിൽ കടന്നപ്പള്ളിയും അവർക്കൊരു റിസ്ക് തന്നെയാണ്. ഈ പറയുന്ന അയാളുടെ പ്രായവും അതേപോലെ തന്നെ ഈ പ്രായത്തിൽ പുള്ളിക്ക് മണ്ഡലത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഇത്തരം ചോദ്യങ്ങൾ കൊണ്ട് പുള്ളിയോട് നിർത്തിയാലും റിസ്ക് ആണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ആതിര ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു നേതാവ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരു നേതാവ് എന്താണ്? ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഓടി നടന്ന് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് എന്താ പറയുന്നത്, ഒരു ദിവസം അദ്ദേഹത്തിനൊന്ന് ഉറങ്ങാൻ പറ്റുന്ന ചിലപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാത്രമായിരിക്കും. അങ്ങനെ പാഞ്ഞു നടക്കേണ്ടതാണ് ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന് പറയുന്നത്. നമ്മുടെ മന്ത്രിമാര് പലരും അത് ചെയ്യാറില്ല, പലരും എന്നല്ല ചെയ്യാറില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഒരു പ്രകടനം എന്നുള്ള രീതിയിൽ കുറെ വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടി ചീറിപ്പായുകയും
ലക്ഷങ്ങളും കോടികളും ഒക്കെ മുടക്കി ബസ് എടുത്ത് അതിനുള്ളിൽ ബാത്റൂം ഫിറ്റ് ചെയ്ത് കേരളം മുഴുവൻ കറങ്ങി നടക്കുകയും ഒക്കെ ചെയ്യുന്ന മന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇത് CPM-ന്റെ ഒരു വളരെ മോശം അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർത്താൻ പോകുന്നത്. കാരണം VS-നെ ഒഴിവാക്കുന്ന ഒരു അവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. പ്രായത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ 80 കഴിഞ്ഞ് 90 കഴിഞ്ഞ് ആ ഒരു സാഹചര്യത്തിലായിരുന്നു VS-നെ ഈ പറയുന്ന രീതിയിൽ ഒരു പ്രധാന ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ മിക്ക ആൾക്കാരെയും ആ രീതിയിൽ പ്രായത്തിന്റെ ആ ഒരു പ്രശ്നം കൊണ്ട് ഒഴിവാക്കിയിരുന്ന ഒരു പാർട്ടിയാണ്. പ്രായത്തിന്റെ ആനുകൂല്യങ്ങൾ കൊടുത്തോണ്ടിരുന്ന ഒരു പാർട്ടിയായിരുന്നു. ആനുകൂല്യങ്ങളാണോ ഒഴിവാക്കലാണോ എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റുന്നില്ല. ഒറ്റ വാക്കിൽ ഇതിനെ നമുക്ക് പറയാൻ പറ്റും. എന്താണെന്നറിയോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, കനലൊരു തരിമതി അത് കത്തിപ്പടർന്നോളൂ. ഇതിപ്പം കരിഞ്ഞുണങ്ങിയ മരത്തിന്റെ ചോട്ടിലേക്ക് കൊണ്ട ചാരം ഇട്ട അവസ്ഥയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തട്ടും തട്ടമൊക്കെ ഇളകിപ്പോയി. ഇപ്പൊ കാലില്ലാത്ത സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നതിന് തുല്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ. സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിന്ന മര്യാദകളുടെ സ്ഥാനാർത്ഥിയൊക്കെ നിർത്തിയാൽ, കൂടിപ്പോയാൽ ഈ ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കാതിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ തുടർഭരണമൊന്നും ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കടന്നപ്പള്ളി ജയിക്കട്ടെ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടാവട്ടെ.